JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ് തസ്തിക മാറ്റം വഴിയുള്ള പരീക്ഷയിലെ ഇളവ് 2026 മാർച്ച് 15 വരെ നീട്ടി എന്നുള്ള അറിയിപ്പാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിനുള്ള വകുപ്പ് തല പരീക്ഷയിൽ അനുവദിച്ചിരുന്ന ഇളവിന്റെ കാലാവധി 2026 മാർച്ച് 15 വരെ നീട്ടിയിട്ടുണ്ട്. 2025 മാർച്ച് 15 വരെ അനുവദിച്ചിരുന്ന ഇളവ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ് തസ്തികയുടെ കേഡർ സ്ട്രെങ്തിന്റെ 10% യോഗ്യതയും സർവീസ് മുൻഗണനയുടെയും അടിസ്ഥാനത്തിൽ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് തസ്തിക മാറ്റം വഴി നിയമനം നൽകാറുണ്ട്. അത് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ സർവീസിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിന് പോലീസ് വകുപ്പിലെ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് പാർട്ട് ടൈം സെക്കൻഡ് ഓഫ് പോലീസ് ടെസ്റ്റ് യോഗ്യതയും മറ്റ് വകുപ്പ് തല യോഗ്യതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, അതായത് MOP ടെസ്റ്റ് യോഗ്യതയും നേടേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നിലവിൽ താഴ്ന്ന വിഭാഗം തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് യോഗ്യത നേടുന്നതിൽ ഉത്തരവ് തീയതി മുതൽ 2 വർഷത്തേക്കാണ് ഇളവ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുവരെ തസ്തികമാറ്റ നിയമനത്തിന് മറ്റു തരത്തിൽ യോഗ്യതയുള്ളവർക്ക് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ യോഗ്യത നേടണമെന്ന വ്യവസ്ഥയിൽ താൽക്കാലികമായിട്ട് ഇളവ് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയപരിധിക്കകം യോഗ്യത നേടാത്തവരെ മുൻ തസ്തികയിലേക്ക് റിവേർട്ട് ചെയ്യുമെന്ന വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇത്ര സമയപരിധിക്കുള്ളിൽ കാലാവധിക്കുള്ളിൽ നമ്മൾ യോഗ്യത നേടിയില്ലെങ്കിൽ അത് റിവേർട്ട് ചെയ്യുമെന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കണം. ഈ ഇളവിന്റെ സമയപരിധി ഈ വർഷം മാർച്ച് 15 അവസാനിച്ചു. എന്നാൽ ഇത് വകുപ്പിലെയും ജീവനക്കാരുടെയും ശ്രദ്ധയിൽ വരാത്തതിനാൽ പലരും നിശ്ചിത സമയത്തിനുള്ളിൽ യോഗ്യത നേടാനായിട്ടില്ല. എന്നാൽ സമയപരിധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർവീസ് സംഘടനകളും സർക്കാരിന് നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയുണ്ടായി. ഇളവ് പരിധിക്ക് ഉള്ളിൽ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവരെ ഫലം വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തരം താഴ്ത്താവൂ എന്നും 50 വയസ്സ് പൂർത്തിയായവരെ യോഗ്യത നേടുന്നതിന് സ്ഥിരമായി ഒഴിവാക്കണമെന്നും ആവശ്യം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങളുടെ ഇളവിന്റെ കാലാവധി നീട്ടിയത്. അതുപോലെ തന്നെ വകുപ്പ് തല പരീക്ഷകൾ വിജയിക്കണമെന്ന് തസ്തിക മാറ്റത്തിനുള്ള ആവശ്യ യോഗ്യത ആയതിനാൽ സ്ഥിരമായ ഇളവ് അനുവദിക്കാനാകില്ലെന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അത് നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് നീട്ടാനും അതിനുള്ളിൽ പരീക്ഷ എഴുതുന്നവരുടെ ഫലം വരുന്നത് വരെ താഴ്ന്ന ഈ തസ്തികയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള സ്ഥാനമാറ്റത്തിന്, അതായത് ഈ സ്ഥാന കയറ്റത്തിന് വേണ്ടിയിട്ടുള്ള വകുപ്പ് തല പരീക്ഷയിൽ അനുവദിച്ചിരുന്ന ഇളവിന്റെ കാലാവധിയാണ് 2026 മാർച്ച് 15 വരെ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിവിധ വകുപ്പുകളിൽ ഉള്ള ഈ LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള വകുപ്പുതല മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. ജീവനക്കാർക്ക് തസ്തിക മാറ്റം വഴി നിയമനങ്ങളൊക്കെ നൽകാറുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന് പലവിധ മാനദണ്ഡങ്ങളും ഉന്നയിക്കാറുണ്ട്. ആ രീതിയിലുള്ള യോഗ്യതകളൊക്കെ തന്നെ കൃത്യമായിട്ട് നേടിയാൽ മാത്രമേ നമുക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിച്ചതിന് ശേഷം യോഗ്യത നേടിയില്ല എങ്കിൽ പിന്നീട് അത് റിവേർട്ട് ചെയ്യുമെന്നുള്ള കാര്യവും ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ തസ്തിക മാറ്റം വഴിയുള്ള വകുപ്പ് തല പരീക്ഷയിൽ ഇളവ് 2026 മാർച്ച് 15 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.